അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും സാധാ. അപ്പോൾ ഇന്നും ക്ലീനിങ് എന്നത്തെ പോലെ തന്നെ ക്ലീനിങ് വീഡിയോ ആണ്. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ക്ലീനിങ് വീഡിയോയ്ക്കാണ് വ്യൂസ് കൂടുതലുള്ളത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് വീഡിയോ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള എൻ്റെ പനി, എനിക്ക് 1 മാസമായിട്ട് പനി തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ എൻ്റെ പനിയുടെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ 3 വട്ടം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു, റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് നല്ല വേരിയേഷനും വ്യത്യാസവും ഉണ്ട്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടൊരു 4-5 ദിവസത്തിൽ മേളിലായെങ്കിലും എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഈ വീഡിയോ ലാഗടിപ്പിച്ചതെങ്കിലും ഇനിയും വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സൗണ്ട് ഏത് കാലത്ത് റെഡി ആവാനാണോ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തിയാണ് ഞാൻ വോയിസ് കൊടുത്തേക്കുന്നത്. വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ പിന്നെ നിർത്തി കുറച്ച് എനിക്ക് ഒരുപാട് ശ്വാസം എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളി വീഴാനുള്ള സാധ്യത ഉണ്ടാകുന്നത് ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്കിന്ന് ക്ലീനിങ് വീഡിയോ ആണ്, കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കിച്ചൺ ഒന്ന് നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഉത്സവമൊക്കെ ആയിട്ട് വീട്ടിൽ പോവുകയും തിരിച്ച് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഉത്സവമൊക്കെ കഴിയുന്നതുകൊണ്ട് കിച്ചൻ്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് നിറച്ച് അഴുക്കായിട്ടുണ്ട്, നല്ല രീതിക്ക് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന്, പിന്നെ അവിടെ സൈഡിൽ കണ്ട ആ പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ പേര് ചൂടാറാപ്പറ്റി എന്നാണ്. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അതെന്താണ്, എപ്പോഴും അതവിടെ കാണുന്നുണ്ട്, എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി പറഞ്ഞാണ്. അത് നമ്മുടെ റൈസ് കുക്കർ പോലെ തന്നെ ചൂടാറാപ്പറ്റി. എനിക്ക് റൈസ് കുക്കറിനേക്കാൾ ഏറ്റവും സൗകര്യം ഇത് ഉപയോഗിക്കാനാണ്. നമ്മൾ സാധാരണ റൈസ് കുക്കർ ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള, അതായത് രാത്രി ചോറ് തിളപ്പിച്ച് അതിൽ വെക്കുക, രാവിലെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിക്കുക, ഊറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനൊരു സൈഡിൽ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ആദ്യമാണെങ്കിൽ കുറേ പൊടി അഴുക്കുമൊക്കെ റൈസ് കുക്കർ ഇടുന്നതൊക്കെ കുറേ പൊടി അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൂത്ത് ഞാൻ മാറ്റിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനറോ അല്ലെങ്കിൽ നമ്മുടെ ക്ലീനിങ്ങോ എന്തെങ്കിലും ഡിഷ് വാഷോ എന്തെങ്കിലും ഇട്ട് ടൈല് നല്ലപോലെ തുടച്ച് ആ കൗണ്ടർ ടോപ്പ് മൊത്തം തുടച്ച് പിന്നെ അതിൻ്റെ സൈഡ് വാളിൽ ഒട്ടിച്ചേക്കുന്ന ടൈല് നന്നായിട്ട് നല്ലപോലെ ഉരച്ച് തേച്ച് കഴിയിട്ട് ഞാൻ ആദ്യം ഒന്ന് തുടച്ച്, പിന്നെ അത് കൂടാതെ തുണിയിട്ട് ഒന്നുകൂടെ തുടച്ച്, പിന്നെ ഉണങ്ങിയ തുണിയിട്ട് ഒന്നുകൂടെ തുടച്ച്. അത് കഴിഞ്ഞ് നമ്മുടെ ജനലിൻ്റെ ഭാഗത്തെല്ലാം പുറത്തുനിന്നുള്ള ഞാൻ എപ്പോഴും ഈ ജനൽ ഇങ്ങനെ തുറന്നിട്ടേക്ക് എനിക്കിങ്ങനെ കാറ്റിങ്ങനെ കയറി വന്ന് എനിക്കിങ്ങനെ അടച്ചിട്ടേക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം പൊടി ഇങ്ങനെ കയറി വന്ന് അവിടെ എല്ലാം പൊടി അടിച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം തുടച്ച് പിന്നെ ഞാൻ കത്തിയൊക്കെ ഇട്ട് വെച്ചിരുന്ന കത്തിയും നമ്മുടെ നൈഫും കത്രികയൊക്കെ ഇട്ട് വെച്ചിരുന്ന പാത്രം നല്ലപോലെ മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിങ്കിൻ്റെ ഭാഗത്ത് നല്ല രീതിക്ക് അഴുക്കുണ്ടായിരുന്നു, കുറച്ചധികം നല്ല രീതിക്ക് കുറച്ച് കഴുകാനുള്ള അഴുക്കുണ്ടായിരുന്നു. നമ്മളിവിടെ സാധാരണ എപ്പോഴും മീൻ മേടിക്കുന്നത് വൈകുന്നേരങ്ങളിൽ മീൻ വാങ്ങിച്ച് രാത്രിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ അത്രയും ജോലി ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ വൈകുന്നേരങ്ങളിൽ പകൽ അങ്ങനെ മീൻ വാങ്ങിക്കാറില്ല. അപ്പം ഈ വൈകിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങിയിരുന്ന നല്ല കൊതുകിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഈ സിങ്കിനകത്തിലാണ് മീൻ കഴുകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളപ്പോൾ എന്നും കഴുകി ഇടുമെങ്കിലും അതുകൊണ്ടാണ് ഈ സിങ്കിൻ്റെ അവിടെ ഇങ്ങനെ മീൻ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടി വൃത്തിയാക്കുന്നത് കൊണ്ടാണ് നമുക്ക് അഴുക്കാകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സിങ്ക് എല്ലാം തേച്ച് കഴുകിയിട്ട് ഞാൻ പിന്നെ വീണ്ടും ഞാൻ അവിടെ നമ്മുടെ സോപ്പിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ ഉണങ്ങി പിടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും തുണിയിട്ട് അവിടെ വീണ്ടും ഒന്നുകൂടെ തുടച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഈ ഒരു ഏരിയ മൊത്തം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ട് നീക്കി വെച്ച് ബാക്കി ഭാഗവും ക്ലീൻ ചെയ്യാമല്ലോ എന്നൊരു ഐഡിയ പരം ആയിട്ട് ചെയ്യുകയാണ്. അല്ലാതെ ഇതെല്ലാം കൂടെ പെറുക്കി മാറ്റി വെച്ച് ചെയ്യണം. ഒന്നാമത് എനിക്ക് നല്ല പനിയുടെ നല്ല ശരീരവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ അങ്ങനെ പൊതുവേ ഇടാറ് കുറവാണ്. എനിക്ക് ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിപ്പോൾ ക്ലീനിങ് വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളും നടക്കും, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ക്ലീനിങ് വീഡിയോയ്ക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് കാണും എന്നുള്ളത്. ഞാൻ ഒരുപാട് ഞാൻ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലീൻ വീഡിയോയ്ക്കാണ് എല്ലാവരുടെയും സപ്പോർട്ട്. ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കർച്ചീഫ് കെട്ടണം, മാസ്ക് വെക്കണം, പൊടി അടിച്ചാൽ ബുദ്ധിമുട്ടാവും. പക്ഷേ നിങ്ങൾ പറഞ്ഞതൊക്കെ സംഭവിച്ചിരിക്കുന്നു. പൊടി അടിക്കുന്നത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കാതെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് പനി പിടിച്ചത്. എനിക്ക് എങ്ങനെ പനി പിടിച്ചാന്ന് അറിഞ്ഞൂടാ. പനി പിടിക്കാനും വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ പനി പിടിച്ച് 2 ഇഞ്ചക്ഷനും ഈ മരുന്നും എല്ലാം കഴിച്ചപ്പോഴത്തേനും ഞാൻ എൻ്റെ ശരീരമൊക്കെ അങ്ങ് വീങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് തടിച്ചതാണ്, പക്ഷേ ഞാൻ ആഹാരം കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ശരീരം വീങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗുളികയുടെ ആൻറ്റിബയോട്ടിക് നല്ല രീതിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മുഖത്തിനും ശരീരത്തിനും ഒക്കെ ഒരു വീക്ക്. എങ്കിലും ഞാൻ തളരരുത് രാമൻകുട്ടി, നമുക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തൊരു 10-16 ദിവസം ഇരുന്നപ്പം പിന്നെ ഞാൻ വീണ്ടും കയറി വരാൻ ഒരുപാട് താമസിച്ചു, ഒരുപാട് ലേറ്റായി, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വയ്യെങ്കിലും എങ്ങനെയെങ്കിലും 1-2 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സൗണ്ടിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് വേണ്ട. നമുക്കിത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 1 ദിവസം 2 ദിവസമൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഇതിൽ ആദ്യം മുതൽ നമ്മൾ ചെയ്ത് വരുന്ന പോലെ ചെയ്യേണ്ടി വരും. അതെനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലും എനിക്ക് എൻ്റെ കൂടെ തന്നെ
വേണം. അത് നിങ്ങളുടെ ക്ലീനിങ് അതായത് ഈ ചൂടാറപ്പെട്ടിയുടെ കാര്യമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞത്. ഈ പാത്രമാണ് നമ്മളിപ്പോൾ ഇത് പക്ഷേ ഒരുപാട് പന്നലായി. ഞാൻ അതിൻ്റെ ചാറ് ഊറ്റി എടുത്തിട്ടുണ്ട്. അതിന് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിത് കളയത്തില്ല. ഞാനിത് പന്നലാവുന്ന വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഞാനതിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയ എണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പുറത്തോട്ട് പോയി വാങ്ങിക്കാൻ എനിക്ക് സമയമൊക്കെ ഒക്കുന്നില്ല. പക്ഷേ ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ വാങ്ങിക്കണമെന്നൊക്കെ ആയിരിക്കും, പക്ഷേ അങ്ങ് മറന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കത്രിക, മീൻ ഫിഷ് കട്ടറും പിന്നെ നമ്മുടെ പിച്ചാത്തി അതും ഇതും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഫിംഗർ ക്യാപ്പും ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടേച്ച് മറ്റേ ഇരുന്ന പാത്രം മാറ്റിയിട്ട് വേറെ പാത്രം. ഈ പാത്രം എനിക്ക് ജയമോൻ അവർ ഓഫീസിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ആണെങ്കിൽ പിന്നെ ഹെൽത്ത് മിക്സ്, കുഞ്ഞിൻ്റെ ഹെൽത്ത് മിക്സ്, പിന്നെ അവിടെ കുറേ അച്ചാർ കുപ്പിയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി അങ്ങ് കബോർഡിനകത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലാസ് രാവിലെ എൻ്റെ സൗണ്ട് പോകുന്നുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ല, അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ഗ്ലാസ് ഞാൻ എന്നും രാവിലെ ചിയാ സീഡ് കുടിക്കുന്ന ഗ്ലാസ്, അത് എന്നും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ തന്നെ വെച്ചേക്കുന്നത്. ഈ പാത്രം ക്ഷമിച്ചേക്കണേ, എനിക്കിത് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. ഈ പാത്രം എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ഇട്ട് വെക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ രാത്രി വരെയുള്ള വേസ്റ്റ്, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ ഇതിനകത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് കളയുന്നൊരു പ്ലേസ് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിച്ച് വാതിരി ചെറിച്ച് കിടക്കത്തില്ലല്ലോ, അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അത്രയും സൈഡ് ഞാൻ ഒതുക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലിരുന്ന് നമ്മുടെ ചോറും പാത്രങ്ങളും എല്ലാം ഇങ്ങോട്ട് മാറ്റി ഇപ്പുറത്ത് വൃത്തിയാക്കി എടുത്തോട്ട് മാറ്റി വെച്ചിട്ട് ആ സൈഡ് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെയും ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒതുക്കി തിരിച്ച് വെക്കാൻ ഒക്കും. അങ്ങനെ ഒരു തന്ത്രപരമായ നീക്കമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഞാൻ ആദ്യം മുതൽ മാറ്റിച്ച് വീണ്ടും ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെയും പെറുക്കി വെക്കണ്ടേ. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ ഞാൻ 2 പാത്രത്തിലായിട്ട് തിളപ്പിച്ച് വെക്കുക. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ തിളപ്പിച്ച് വെച്ചാൽ നമുക്കത് പിറ്റേ ദിവസം വരത്തേക്ക് കാണും. അപ്പോൾ അത് തണുക്കുമ്പോഴത്തേനും ഇവിടെ ആർക്കും ചൂടുവെള്ളം ഇഷ്ടമല്ല, ചൂടോടെ കുടിക്കത്തില്ല. അപ്പോൾ അത് തണുക്കുമ്പോഴത്തേനും മറ്റേത് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇത് തീരുമ്പോഴത്തേനും ആ ചൂടായിട്ടിരിക്കുന്ന തണുക്കും. അങ്ങനെ ആകുമ്പം നമുക്ക് കുടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ മോളാണെങ്കിലും ഞാനാണെങ്കിലും ഞാൻ തീരെയും ചൂടുവെള്ളം കുടിക്കത്തില്ല. എനിക്ക് ചൂട് പണ്ടേ പേടിയാണ്. ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെന്ന് പറയുന്ന പോലെ എൻ്റെ കാലിൽ ഒരു പ്രാവശ്യം ചൂടുവെള്ളം വീണ് കാലിൽ നന്നായിട്ട് പൊള്ളി ഒരു മാസത്തോളം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് ചൂടുവെള്ളം കുടിക്കാനും പറ്റില്ല, കാണുമ്പോഴും പേടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂടുവെള്ളം കുടിക്കാത്തതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ തണുപ്പിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തിളപ്പിച്ചിട്ട് വെക്കും, അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ എടുക്കും, അപ്പോഴത്തേനും മറ്റേ പാത്രത്തിൽ തിളപ്പിച്ച് വെക്കുമ്പോൾ തണുക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇതെല്ലാം മാറ്റി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അവിടെ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം അഴുക്ക് പിടിച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും കറിപ്പാത്രങ്ങളും ചോറുകളും എല്ലാം വെക്കുന്നതും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നതും എല്ലാം ഈ ഏരിയ ആയതുകൊണ്ട് നല്ല രീതിക്ക് ഈ ഗ്യാസ് അടുപ്പിൻ്റെ കടയിൽ നല്ല കണ്ടമാനം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അഴുക്കുണ്ടായിരുന്നു. അത് വൃത്തിയാക്കി എടുക്കാൻ നല്ല പാടുപെട്ട് ഞാൻ. അപ്പം ഞാൻ ആദ്യം നല്ല രീതിക്ക് സോപ്പും സ്ക്രബ്ബറും ഇട്ട് നല്ല രീതിക്ക് ടൈലായതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റത്തില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിലല്ലേ കുഴപ്പം പറ്റത്തുള്ളൂ. നല്ല രീതിക്ക് ഉരച്ചരച്ച് വൃത്തിയാക്കി സോപ്പ് തേച്ച് നല്ല കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് ഈ ലൈസോൾ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല മണവും കിട്ടും, നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യുവേ. ഞാൻ ഒന്നും ഇങ്ങനെ വൃത്തിയാക്കി ക്ലീനാക്കി എപ്പോഴും ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2 ആഴ്ച 1.5-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടവശം എല്ലാം നല്ല രീതിക്ക് നമുക്ക് ഈ പാത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിനകത്തിലിങ്ങനെ കമത്തി വെക്കുന്നുണ്ടുള്ള ഗുണം, നമ്മളിങ്ങനെ കമത്തി വെക്കുമ്പോൾ അതിനകത്തിലെ വെള്ളം ഊർന്ന് താഴോട്ട് വീഴും. അപ്പോൾ നമുക്ക് ആ വെള്ളം ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി. അവിടെ പിന്നെ വേറെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് വെള്ളം വീണാൽ അവിടെ കിടന്ന് ഒന്നുകിൽ അങ്ങ് വലിഞ്ഞു മാറിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു തുണിയിട്ട് തുടച്ചാൽ അതങ്ങ് മാറും. അപ്പം ഇത് ഇപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മാസത്തേക്ക് അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മളിപ്പം കുക്കിംഗ് കഴിയുമ്പം ചുമ്മാ ഈ നമ്മുടെ ലൈസോളോ എന്തെങ്കിലും ഡിഷ് വാഷോ എന്തെങ്കിലും ഇട്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി. അതങ്ങ് പൊടി അഴുക്കും വരാതിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കാതിരിക്കുമ്പോഴാണ് എനിക്കിപ്പോൾ പറ്റിപ്പോയത്. അത് ഇത്രയും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വൃത്തിയാക്കാതെ കുറേ ദിവസം ഇട്ടിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും അഴുക്കായത്. ഞാൻ കുറച്ച് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടല്ലാതെ മനഃപൂർവ്വം അല്ല. ഇപ്പം ചെട്ടുകുളങ്ങരയിൽ കുംഭഭരണിക്ക് പോയി, അങ്ങനെ കുറച്ച് ദിവസം പോയി. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ഒരേ സമയത്ത് തന്നെ ഉത്സവം നടക്കുന്നത്, 2-3 ദിവസത്തെ വ്യത്യാസത്തിന്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം കൂടെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇവിടുത്തെ ഉത്സവത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ എന്നും ഒരു 12:30-1 മണിയാകുമ്പോഴത്തേനും കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 9-10 മണിയൊക്കെ ആവും. പരിപാടികൾ 10 മണിക്കാകും. ഇപ്പം പരിപാടികളെല്ലാം അമ്പലങ്ങളിൽ ക്ലോസ് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 10 മണിയൊക്കെ കഴിയും കറണ്ട് വരാൻ. അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്ത സമയത്ത് മിക്കവാറും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരും, പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാതെ വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കറണ്ട് വന്നു കഴിയുമ്പോൾ എളുപ്പം വന്ന് വല്ലതും കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ കൊച്ചിന് കഴിക്കാൻ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ ക്ലീനിങ് ഇത്രയും ലാഗ് അടിച്ച് പോയത്. അപ്പം അതാണ് കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും താമസം വരത്തില്ല. അപ്പോൾ ഞാൻ ഒരു സംബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നെങ്കിൽ നിങ്ങളിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നതും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ ആ ഏരിയ മൊത്തം അത്ര ഏരിയ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുടിക്കുന്ന വെള്ളം അങ്ങോട്ട് നീക്കി വെച്ച്, പിന്നെ മീൻകറി എന്തോ ആയിരുന്നു തോന്നുന്നു, ഓർമ്മ കിട്ടുന്നില്ല, 3-4 ദിവസം ആയതുകൊണ്ട്. മീൻകറി ആയിരുന്നു, നമ്മുടെ ഫിലോപ്പിയ മീൻ അങ്ങനെയല്ലേ പറയുന്നത്, സിലോപ്പിയോ ആ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതാണെന്നുണ്ടെങ്കിൽ ചോറ്, ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് വെച്ചിരുന്നായിരുന്നു. പിന്നെ അവിയൽ, പിന്നെ രസം ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ നമ്മൾ രസം എനിക്കിഷ്ടമല്ല, രാവിലെ ജയമൂന് കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പോൾ അവിയൽ ഞാൻ വെച്ചതാണ്, നല്ല അവിയലാട്ടോ. പിന്നെ ഇത് മണ്ടയ്ക്ക് അടുക്കി വെക്കുന്നതിന് വേറൊരു കാര്യം കൂടെ കേട്ടോ. നിങ്ങൾ ഇനി ആർക്കെങ്കിലും ഒരു ഡൗട്ട് ചിലപ്പോൾ വന്നെങ്കിലോ, ഇതെന്താ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ
അടുക്കി മുകളോട്ട് വെക്കുന്നത്. ഇവിടെ നല്ല രീതിക്ക് എലിയുടെ ശല്യമുണ്ട്. എലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പെടാപ്പാടുപെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് എലിയാണ്. പിള്ളേരുള്ളത് കൊണ്ടാണ് നമുക്കതിന് എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ എലിവിഷം മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ചെയ്യാത്ത പിള്ളേരുള്ളത് കൊണ്ടാണ്. എങ്കിലും സഖി കിട്ടി ഞാൻ എലിപ്പെട്ടി വാങ്ങിച്ചു ഗൈസ്. ഞാൻ എലിപ്പെട്ടി വാങ്ങിച്ചു 2 എണ്ണത്തിനെ കൊന്നിട്ടുണ്ട് ഇന്നലെ. ഇപ്പോൾ പേടിച്ച് എല്ലാവരും ഓടിയെന്ന് തോന്നി. ഇപ്പോൾ എന്തായാലും 2 ദിവസം കൊണ്ട് എലിയുടെ ശല്യമില്ല. ഇന്നലെ തന്നെ 2 എണ്ണം എലിപ്പെട്ടിക്കകത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പേടിച്ചിട്ടാണ് തോന്നുന്നു മുങ്ങിക്കളഞ്ഞു. എങ്ങോട്ട് ഇറങ്ങി ഓടി അറിയത്തില്ല. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വരും. അപ്പോൾ ഞാൻ വീണ്ടും എലിപ്പെട്ടി എടുത്ത് വെക്കും. അപ്പോൾ ഇതിങ്ങനെ മണ്ടയ്ക്ക് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വെയിറ്റ് എടുത്ത് വെക്കാമെങ്കിൽ അതിന് തട്ടിയിടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ തട്ടിയിടും നമ്മളില്ലാന്നുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ അതെല്ലാം ഒതുക്കി ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഒതുക്കി വെക്കുന്നത്. ഇതിങ്ങനെ ആ സൈഡിലോട്ട് ഒതുക്കി വെക്കാമെങ്കിൽ അവിടെ ഇരുന്നോളൂ, അഴുക്കൊന്നും പറ്റത്തില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് നീക്കി ഉപയോഗിച്ചാൽ മതി. അതെല്ലാം നീക്കി വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് നല്ല രീതിക്ക് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാസ് ഞാനത് ക്ഷമിക്കൂ ഞാൻ ആ ഗ്യാസിൻ്റെ മണ്ടയ്ക്കിരുന്ന മറ്റേ ബർണറും അതിൻ്റെ ആ സംഭവം അതെല്ലാം പെറുക്കി മാറ്റി ഒന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വരുമ്പോഴത്തേനും ഇതൊന്ന് തേച്ച് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ സ്ക്രബ്ബർ ഇട്ട് തന്നെ നല്ല രീതിക്ക് ആ ലോഷൻ ഇട്ട് ഒഴിച്ച് തേക്കുമ്പോഴത്തേനും അതങ്ങ് പോകും. അങ്ങനെ തേച്ച് കഴിഞ്ഞ് നല്ല രീതിക്ക് അത് 2 സൈഡും തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഇതുപോലെ തുണിയിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ല രീതിക്ക് ചളി ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുന്നത് നമ്മൾ ഗ്യാസിലാണ്. അപ്പോൾ ഗ്യാസിൽ നിന്ന് ഇങ്ങനെ അടുപ്പിൽ നിന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനിങ്ങനെ പോയി TV കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര മറവിയാണ്, നല്ല രീതിക്ക് മറവിയുള്ള ഒരാളാണ് ഞാൻ. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുക്കൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മറന്നു. പിന്നെ അത് മണം വരുമ്പോഴായിരിക്കും ഞാൻ ചെന്ന് നോക്കുന്നത്. പിന്നെ അതൊന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കറികളൊന്നും അടുപ്പ് വെച്ചിട്ട് പോകത്തില്ല. എൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട്. ഞാനൊന്നും അടുപ്പ് വെച്ചിട്ട് പോകത്തില്ല. പിന്നെ ചോറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല. വെള്ളവും അരിയും കൂടെ ആയതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല. അതുകൊണ്ട് ചോറ് അടുപ്പ് വെച്ചിട്ട് ഞാൻ പോയി ഇച്ചിരി നേരം TV ഒക്കെ കാണാനിരിക്കും. ആ സമയം കൊണ്ട് അത് തിളച്ച് താഴെ പോകും. കറികളൊന്നും ഞാൻ അങ്ങനെ വെച്ചിട്ട് പോകാറേ ഇല്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും ആർക്കും കഴിക്കാനൊക്കത്തില്ല. ഞാൻ അങ്ങ് എനിക്ക് പൂച്ചയുടെ ഓർമ്മയാണ് എനിക്ക്. അതോ അരണയുടെ ഓർമ്മയും അരണയുടെ ബുദ്ധിയുമാണ്. എനിക്ക് പെട്ടെന്ന് മറവിയാണ്. ഇപ്പോൾ ഇത് വെച്ചേച്ച് പോയി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും. എനിക്ക് ലോ പ്രഷർ ആയതുകൊണ്ട് ഞാൻ കണ്ടമാനം ഉപ്പ് കഴിക്കുന്നുണ്ട്. ഇനി ആ ഉപ്പെല്ലാം കൂടെ തിന്ന് എൻ്റെ ബുദ്ധി മന്ദിച്ച് പോയതാണോ മരവിച്ച് പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പിന്നെ ഗ്യാസ് അടുപ്പ് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അപ്പം നല്ല രീതിക്ക് തൊടാതെ ഉരച്ച് കഴുകണം. നല്ല രീതിക്ക് അഴുക്കുണ്ടായിരുന്നു. പിന്നെ ആ ടൈലിലും ആ ടൈലിലും നല്ല അഴുക്കുണ്ടായിരുന്നു. നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ തെറിക്കുന്നത്. അങ്ങനെ നല്ല രീതിക്ക് അവിടെ ഉരച്ച് ആ ടോപ്പും അവിടെ നല്ല രീതിക്ക് ഉരച്ചെങ്കിലേ അത് പോകത്തുള്ളൂ. നല്ല പാടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ഒരു 3/4 മണിക്കൂറിന് മേളിലെങ്ങാണ്ടുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ മാക്സിമം കട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ് ആക്കിയത് കേട്ടോ. അത് 3/4 മണിക്കൂറൊക്കെ ആയി ആ വീഡിയോ കയറി പോകത്തില്ല. നല്ല ലാഗടിക്കും, നല്ല താമസം വരും, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കുറച്ച് ഒരു 20 മിനിറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല. 20 മിനിറ്റിനകത്തിലാക്കി ഞാൻ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ബോറടിക്കാതിരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കബോർഡും കൂടെ വൃത്തിയാക്കണമെന്നുണ്ട് കേട്ടോ. അത് പക്ഷേ പറ്റുമോ നടത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ഇപ്പം തന്നെ ഇത് 45 മിനിറ്റ് കൂടുതൽ വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പറ്റില്ല. ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടും കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ മുകളിലത്തെ കബോർഡ്, ഈ താഴത്തെ കബോർഡ് അവിടെ നല്ല രീതിക്ക് അഴുക്കുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ ഞാൻ അതും ചെയ്യും. പക്ഷേ അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ആ വീഡിയോ വരാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ. ആർക്കും ഒന്നും തോന്നില്ലേ. ഇപ്പം തന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ. പനിയൊന്നും ഓക്കെ ആയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ ആ വീഡിയോ ഇട്ടേക്കാം. അപ്പം അവിടെ നല്ല രീതിക്ക് തേച്ചരച്ച് അതും തുടച്ചേച്ച് എൻ്റെ പ്ലാനിങ് ആണ്. ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു. ഞാൻ ഇത് കഴിഞ്ഞേച്ച് ഈ വീഡിയോ കട്ട് ചെയ്തേച്ച് രണ്ടാമത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഈ കബോർഡ് ക്ലീൻ ചെയ്യുന്നതും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തും എടുത്തിട്ടുണ്ട്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസം വരും. ഒന്ന് ക്ഷമിച്ചേക്കണം, ഞാനത് ഇട്ടേക്കാം. അപ്പോൾ പിന്നെ ഇത് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ ഗ്യാസ് അടുപ്പ് എടുത്ത് അവിടെ വെച്ച് പിന്നെ അതിൻ്റെ മറ്റേ കഴുകാനിട്ടിരുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഏരിയയിലാണ് കൂടുതൽ സമയം പോയേക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തിൽ നമ്മൾ വ്ളോഗും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ട് അത്യാവശ്യം നമ്മൾക്ക് വേണ്ടത്രയൊന്നും വ്യൂസ് കയറാത്തത് കൊണ്ട് ഞാൻ ആ വ്ളോഗ് ഇടാനും വേണ്ടി ഞാൻ വേറെ സെക്കൻഡ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ചാനലിൻ്റെ പേരും ഇത് തന്നെ. നിങ്ങൾ ചാനലൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ നക്ഷത്ര നച്ചൂസ് എന്ന് കിട്ടും. അതിന് DPക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ചാനലിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്നോട് ഇഷ്ടമുള്ളവർ എൻ്റെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കയറി വരണം. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ ക്ലീനിങ് വീഡിയോ മാത്രം ഇട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ മറ്റേത് വീഡിയോ ഇട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടും ഈ ക്ലീനിങ് വീഡിയോ കയറുന്നതിൻ്റെ പകുതി വ്യൂസ് പോലും അതിന് കയറുന്നില്ല. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ നോക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ എന്തായാലും ഇത്രയും ഇടുന്ന വീഡിയോ ഇല്ലയോ, വ്യൂസ് കയറുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ വീഡിയോസ് ഇടാൻ വേണ്ടി മാത്രം ഞാൻ വേറൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ മോളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗും അവർക്ക് വാങ്ങിക്കുന്ന ഗിഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാനപ്പോൾ ആ ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ, എന്നോട് ഇഷ്ടമുള്ളവർ ആ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നക്ഷത്ര നച്ചൂസും തന്നെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് വരും. അങ്ങനെ ഇത്രയും ഭാഗം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിക്ക് ഞാൻ പണിയെടുക്കേണ്ടി വന്നു ഈ ഒരു ഏരിയയിൽ. പിന്നെ ഇത് കഴിയുമ്പോൾ ഈ കബോർഡ് വൃത്തിയാക്കുന്നത് നല്ല രീതിക്ക് പണിയുണ്ടായിരുന്നു കേട്ടോ. നല്ല താമസം എടുത്തു. അത് പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഞാൻ ഈ ഇത്രയും കബോർഡ് ഉണ്ടായിട്ട് ഞാൻ എന്താണ് ഈ പൊടിപ്പാത്രങ്ങളെല്ലാം ഇങ്ങനെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ കീഴിൽ വെച്ചേക്കുന്നത്. പക്ഷേ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അറിയാനൊക്കെ ഞാൻ എന്താണ് അങ്ങനെ വെക്കുന്നത്. എനിക്ക് എപ്പോഴും ഈ കബോർഡ് തുറന്ന് നമ്മൾ രാവിലെ ധൃതി പിടിച്ചുള്ള പണിയല്ലേ.
കൊടുത്ത് 8:30-9 മണിക്ക് മുമ്പേ ജമ്മുവിന് ചോറും കറികളും എല്ലാം കൊടുത്തു വിടണം. രാവിലത്തെ കാപ്പി ആക്കണം. അപ്പം ഈ ധൃതി പിടിച്ചുള്ള പണിക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് എടുക്കാൻ എനിക്ക് കബോർഡ് തുറക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഒരെണ്ണം എടുത്ത 9 താഴെ വീഴും. പിന്നെ അത് പെറുക്കി എടുക്കാൻ നിൽക്കണം. അപ്പോൾ അതിനൊരു ഈസി എന്നോണം ഞാൻ എളുപ്പം എന്നോണം ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഉള്ളി ഇട്ട് വെക്കുന്ന പാത്രമാണ്. ഞാൻ ആ പാത്രം അല്ലെങ്കിൽ എനിക്ക് ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ട്. ഞാൻ നോക്കി വെച്ച് കാർട്ടിലിട്ടിട്ടുണ്ടും ഞാൻ ഉടനെ മേടിക്കും. അപ്പം ഇതില്ല എളുപ്പം അത്യാവശ്യം വേണ്ട പൊടികളെല്ലാം നമുക്ക് കറിക്കകത്തിട്ടാണ് അത്യാവശ്യം വേണ്ട പൊടികളെല്ലാം ഞാൻ ആ പാത്രത്തിലിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കും. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് എളുപ്പം എടുത്ത് അതിനകത്തിലോട്ട് ഉപയോഗിക്കാൻ തിരിച്ച് വെക്കുകയും ചെയ്യാം. വലിച്ച് നിരത്തേണ്ട ആവശ്യം വരത്തില്ല. അല്ലെങ്കിൽ ഞാൻ കബോർഡിൽ നിന്നെല്ലാം പെറുക്കി താഴെ വെച്ച് പിന്നെ അത് ഉപയോഗിച്ച് തീരുന്നത് വരെ അവിടെ വെക്കണം. പിന്നെ അത് നിരന്ന് കിടക്കും. പിന്നെ എനിക്ക് ഈ സ്ഥലമില്ലാത്ത പോലെ തോന്നും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് സ്ഥലമില്ലാത്ത പോലെ കിടക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്യാൻ ഭയങ്കര മടി വരും. ഒന്നെടുക്കുമ്പോൾ അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൗകര്യത്തിന് വേണ്ടി വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, സത്യം പറയാലോ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് അരയന്നോ എന്നാണോ കൊക്കാണോ എന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് എപ്പോഴോ ഒരു ദിവസം ജയമോൻ കൊണ്ട് തന്നതാണ്. ഇത് ഇവിടെ ഇരുന്നു കേട്ടോ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ജയമോൻ തന്നെ ഒട്ടിച്ച് വെച്ചിട്ട് പോയതാണ്. നല്ല രീതിക്ക് അതിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്ലീൻ ചെയ്യാതെ ഒരു പേപ്പർ ലേസർ പേപ്പറോ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. അത് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അഴുക്ക് പിടിച്ചിരുന്നപ്പോൾ പേപ്പർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ നനഞ്ഞ തുണിയിട്ട് പിടിച്ചാൽ കീറിപ്പോയെങ്കിലോ എന്ന് വെച്ച് ഞാൻ ചെയ്യാതിരുന്ന എന്തും വരട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സ്ക്രബ്ബർ ഇട്ട് ഒരച്ചു. നിങ്ങൾ കണ്ടോ അത് വെളുത്തത്? കണ്ട ഞാൻ വിചാരിച്ചില്ല ഇതിങ്ങനെ വൃത്തിയാകുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ഗ്ലാസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് മുഖം നോക്കാൻ ജയമോൻ കൊണ്ടുവന്ന് തന്നതാ. എന്നാൽ നീ ഇതിവിടെ ഒട്ടിച്ചത് പറഞ്ഞു. എൻ്റെ കഷ്ടകാലത്തിന് അത് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ എനിക്കത് എത്തുന്നിടത്തായിരുന്നു. പക്ഷേ ഞാൻ ആ സൈഡിൽ നിന്നുകൊണ്ട് അത് ഒട്ടിക്കാൻ ചെന്ന് നിന്നപ്പോൾ എൻ്റെ മുഖത്തിന് എൻ്റെ ഫേസിനേക്കാൾ മേളിലാണ് ഞാൻ അത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അത് കാരണം എനിക്ക് മുഖം നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുത്തി കിടന്ന് നോക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ മുഖം നോക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുഖം നോക്കാറില്ല. പിന്നെ വെറുതെ കൊണ്ട് തന്നപ്പോൾ അവിടെ ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ കൊക്കാണോ അരയന്നോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് വൃത്തിയായത് എൻ്റെ ഒരു അത്ഭുതം. പേപ്പർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് നനഞ്ഞ് തുണിയിട്ട് പിടിക്കുമ്പം അത് കീറി പോകും ഇളകി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സ്ക്രബ്ബർ ഇട്ട് വരച്ചിട്ടും അത് ഇളകിയില്ല. എനിക്കതൊരു അത്ഭുതം തന്നെ. അങ്ങനെ പിന്നെ അതും തുടച്ച് പിന്നെ അതിൻ്റെ താഴത്തെ സ്വിച്ച് ബോർഡ് ഈ സ്വിച്ച് ബോർഡ് നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും മിക്സിയൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് അതിൽ നല്ല രീതിക്ക് അഴുക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സ്വിച്ച് ബോർഡും നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതങ്ങൾ ഇങ്ങനെയായി. ഞാൻ വിചാരിച്ചത് ഭയങ്കര താമസം വരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പൊടികളെല്ലാം ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിപ്പാത്രങ്ങളെല്ലാം തുടച്ച് നമ്മൾ എണ്ണ തെറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് അഴുക്ക് വരുമല്ലോ. അങ്ങനെ അതെല്ലാം തുടച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എല്ലാം കഴിയാറായെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മിക്സിയും കൂടെ ഉള്ളായിരുന്നു. ആ മിക്സിയും നല്ല രീതിക്കൊന്ന് തുടച്ച് ക്ഷമിക്കണേ മിക്സി നല്ല രീതിക്ക് തുടച്ചിട്ട് ഞാൻ അവിടോട്ട് എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല രീതിക്ക് കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാം. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. ഇത്രയും തന്നെ ഞാൻ പറയാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് എടുത്ത് വോയിസ് കൊടുത്തു നോക്കാം. പറ്റിയില്ലെങ്കിൽ വിട്ടേക്കാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തോ എങ്ങനെയോ പറ്റിയെന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്തുമാത്രം ചിരിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും ഞാൻ ഈ സൗണ്ട് ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ചില്ല എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന്. ഞാൻ കുറച്ച് സംസാരിക്കുമ്പോൾ സൗണ്ട് അടച്ചു പോകും, വീണ്ടും കുറച്ച് സംസാരിക്കുമ്പോൾ സൗണ്ട് അടച്ചു പോകും. പക്ഷേ എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കുറച്ച് ഞാനൊരു കാര്യം പറഞ്ഞു വന്നാൽ അതിങ്ങനെ മുഴുവിച്ച് പോകാൻ എനിക്കറിയത്തുള്ളൂ. നിർത്തി സ്റ്റോപ്പ് ചെയ്ത് പറയാൻ അറിയത്തില്ല. അത് അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഭാഗ്യത്തിന് എന്തായാലും അങ്ങനെ പറയാൻ പറ്റിയതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെയും പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെന്ന് വെച്ചാൽ മറ്റേ കലത്തിൽ തണുത്ത വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ അത് തീരുമ്പോഴത്തേനും ഇത് തണുപ്പിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഈ പാത്രത്തിലും കുടിക്കാനുള്ള വെള്ളം എടുത്ത് ഗ്യാസിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇത് മറ്റേ വെള്ളം തീരുമ്പോഴത്തേനും ഇതിന് ചൂട് മാറി കിട്ടും. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നും എടുക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് വെച്ച് കുറേ നേരം ആയില്ല. ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ അങ്ങ് പോകും. പിന്നെ അവൾക്ക് ഇപ്പോൾ ഒരു സൈക്കിളുണ്ട്. അത് സൈക്കിൾ കുറേ നാളായി വാങ്ങിച്ചിട്ടെങ്കിൽ ഇതുവരെ ചവിട്ടാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ചവിട്ടാൻ പഠിച്ചതുകൊണ്ട് ആ സൈക്കിളിലാണ് കറക്കം മൊത്തം. ഇന്ന് രാവിലെ ഇവിടെ കഴിക്കാനായിരുന്നെങ്കിൽ പുട്ടും കടലക്കറിയായിരുന്നു. എൻ്റെ തള്ളു കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. അങ്ങനെ പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ കടലക്കറി കുറച്ച് ബാലൻസ് വന്നാൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാലൻസ് നമ്മൾ വെക്കുമ്പോൾ 2 ദിവസത്തേക്കായിരിക്കും. അങ്ങനെ ഒരു നേരത്തേക്കായിട്ട് നമുക്ക് അങ്ങനെ വെക്കുമ്പോൾ കുറച്ചായിട്ട് എന്തായാലും കുക്കറിലിട്ട് വിസിലടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് അധികം വെച്ചിട്ട് നമ്മൾ ചൂട് മാറി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്കത് ചൂടാക്കി എടുത്താൽ മതിയില്ല. അങ്ങനെ പുട്ടും കടലക്കറി ആയിരുന്നു. അങ്ങനെ പുട്ടൊക്കെ തീർന്നിട്ടുണ്ട്. കടലക്കറി കുറച്ച് ബാലൻസ് വന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ തള്ളു കേട്ട് നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം കേട്ടോ. എനിക്ക് നിങ്ങളോട് എപ്പോഴും സ്നേഹം മാത്രമല്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടും ഞാൻ ഇന്നലെ ഞാൻ എങ്ങാണ്ട് എന്തോ ഒരു കമൻറ്റ് ഉണ്ട്, ചേച്ചി കർച്ചീഫ് ഉപയോഗിക്കണേ, മാസ്ക് ഉപയോഗിക്കണേ, പൊടി അടിക്കണേ, വെയിലത്തിറങ്ങല്ലേ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണേ, ജോലിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് സുധീഷ് ചേട്ടനൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ഇട്ടാലും അന്നേരം ഓടി വന്നതിൻ്റെ ഇടയിൽ ചോദിക്കുന്നത് ലൈവ് സ്റ്റോപ്പ് ചെയ്യലേ, ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരണേ. ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എല്ലാവരോടും കൂടി പറയാണ്, ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്ക് ഒരു പനി വന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഇപ്പം എനിക്ക് ഈ പനി വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മോൾക്ക് ഒരു പനി വന്നിട്ട് ഒരു മാസത്തിലായി. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ അതെല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പം ഈ പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അത്രയും സ്ട്രെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ലൈവ് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ പഴയതുപോലെ ലൈവിൽ വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ലൈവ് വരുന്നില്ലെന്ന് പറഞ്ഞ് ആർക്കും എന്നോട് ദേഷ്യം തോന്നില്ല. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചു നല്ല രീതിക്ക്. അങ്ങനെ ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കൗണ്ടർ ടോപ്പ് ദാണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കബോർഡ് ക്ലീൻ ചെയ്യുന്നത്. കബോർഡും കൂടെ ക്ലീൻ ചെയ്യുമ്പോഴത്തേന് ഏകദേശം അടുക്കള ഒന്ന് വൃത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജും കബോർഡും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അത് ഞാൻ സെക്കൻഡായിട്ട് ഇടാം. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടായിട്ട് ഇടാം. ഇപ്പം അത് ചെയ്യാൻ പോവാം. കബോർഡും ഫ്രിഡ്ജും ക്ലീൻ ആകുന്ന വീഡിയോ ഇപ്പം എടുക്കാൻ പോവാം. പക്ഷെ അത് രണ്ടാമത്തെ പാർട്ടിലേ ഇടത്തുള്ളൂ. ഇത് സമയം ഒരുപാടായിരിക്കും. അപ്പോൾ ടാറ്റാ.